കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നേരത്തെ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ പ്രതിഷേധം അതിനെതിരെ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്തു നിന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജി എന്നത് സജി ചെറിയാൻ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം ക്ലീൻ ചിറ്റ് കിട്ടി അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ആ ക്ലീൻ ചിറ്റ് കിട്ടിയ പോലീസ് റിപ്പോർട്ടും മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും റദ്ദാക്കിക്കൊണ്ട് തുടരന്വേഷണത്തിന് ഉത്തരവിടുന്ന സാഹചര്യത്തെ കൂടുതൽ ഗൗരവതരമായ ഒരു സാഹചര്യമായിട്ട് വേണമോ നമ്മൾ കാണാൻ? തീർച്ചയായിട്ടും വളരെ വളരെ ഗൗരവമായൊരു ഇഷ്യൂ ആണിത്. ഇതിനെ ഇങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ കണ്ടാൽ ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കാൻ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. ഈ ഭരണഘടനയോട് ഡിസ്റെസ്പെക്ട് കാണിക്കുന്ന സംവിധാനത്തിൽ പലരും ഈ രാജ്യത്തുണ്ട്. ഈ ഭരണഘടനയാണ് നമ്മുടെ എല്ലാ അവകാശങ്ങളും നിലനിർത്തി തരുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഭരണഘടനയുടെ ഓരോ പ്രൊവിഷനും ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചർച്ച ചെയ്തുണ്ടാക്കിയ പ്രൊവിഷൻസാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയാമ്പിളിൽ വരുന്ന ഡെമോക്രസി എന്ന് പറയുന്നതും സെക്യുലറിസം പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതും ഫ്രാറ്റേണിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസാണ്. ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് പറ്റിയ ഭരണഘടനയാണ് നമ്മുടേതെന്ന് പറയാണ്. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഭരണഘടനയാണെന്ന് പറയാണ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഭരണഘടനയാണെന്ന് പറയുന്നു. അത് എന്നിട്ട് ഇത് മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്ന വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പോലീസിന്റെ ഫൈൻഡിങ് എന്താണെന്നറിയാമോ? പോലീസിന് ഇതിനൊന്നും തോന്നിയിട്ടില്ല. മന്ത്രിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, മന്ത്രിക്ക് ഇതൊന്നും ഒരു കുറ്റമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം അന്ന് രാജിവെച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോഴും രാജിവെക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അന്വേഷിച്ച പോലീസിനോ, ഇവിടെ നിയമം നടപ്പിലാക്കുന്ന പോലീസിന് അതിനകത്ത് അങ്ങനൊരു ഭരണഘടനയെ അവഹേളിക്കാനുള്ള മെന്റൽ ഇന്റൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന് തോന്നുകയാണ്. എന്നിട്ട് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് കോടതിയിൽ വാദിക്കേണ്ടി വരികയാണ്. കോടതിയിൽ സ്റ്റേറ്റിന് വാദിക്കേണ്ട ഗതികേട് വരികയാണ്. ഈ ഭരണഘടനയെ അവഹേളിച്ചതിൽ തെറ്റൊന്നുമില്ല, അത് ഇന്റൻഷനൽ അല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും ഇന്റൻഷൻ? ഈ കുന്തം കുടച്ചക്രം എന്ന് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ പറയാനുള്ള ഇന്റൻഷൻ എന്തായിരിക്കും? ഒരു ഇന്റൻഷനും ഇല്ലാതെ, ഒരു ബോധ്യവും ഇല്ലാതെ, ഒരു തോന്നലുമില്ലാതെ തോന്നുന്ന പോലെ പറഞ്ഞതാണെന്നോ? എന്നിട്ട് കോടതി എന്ത് ചെയ്യണം? കോടതിയും ഇത് അക്സെപ്റ്റ് ചെയ്യണം. മന്ത്രി പറയുന്നു, അന്വേഷണ ഏജൻസി അത് തെറ്റില്ല എന്ന് അന്വേഷണ ഏജൻസിക്ക് തോന്നുന്നു, തെറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കേണ്ടി വരുന്നു. എന്നിട്ട് കോടതി ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഇത്രയധികം പോരാട്ടം നടത്തി ത്യാഗമെടുത്ത് നമുക്കൊരു രാജ്യം നേടിത്തന്നിട്ട് അതിനൊരു ഭരണഘടനയാണ് നമ്മുടെ ബേസിസ്. ആ ഭരണഘടനയെ ഇത്രയും അവഹേളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമമായിരത്തി എഴുത്തുന്നിലുണ്ടാക്കി. അതിന്റെ സെക്ഷൻ 2 ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമല്ല. എന്തിനാണ് ഫോറൻസിക്കിന്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. ഇത് പബ്ലിക് ഇതിൽ അവൈലബിൾ അല്ലേ? എങ്ങനെയാണ് ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് ആ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു? എന്നിട്ട് ആ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന് ഫോറൻസിക്കിൽ കൊടുത്ത സാധനം ഇതൊന്നും അവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നു. എന്നിട്ട് അത് വീണ്ടും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് പോലും നമ്മുടെ മുമ്പിൽ ഇതെങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ പോലും അപകടകരമാണ്. ആ മന്ത്രി ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ പാരഗ്രാഫ് 16, 17 ആ ജഡ്ജ്മെന്റിൽ ഒന്ന് വായിച്ചു നോക്കൂ. എന്താ 16, 17, 18 ഒന്ന് വായിച്ചു നോക്കൂ. കോടതി എന്ത് ചെയ്യും? കോടതിയുടെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് മെന്റൽ ഇന്റൻഷൻ ഇല്ല, കുന്തം കുടച്ചക്രോ എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല, അത് ജനാധിപത്യത്തെയും മതേതരത്തെയും പറഞ്ഞതിൽ തെറ്റില്ല, എന്നിട്ട് ജനങ്ങളെ ലൂട്ട് ചെയ്യുന്ന ഭരണഘടനയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെ വർത്താനം പറഞ്ഞിട്ട് അത് ആ വിഷയം കോടതിയുടെ മുമ്പിൽ വന്നുപോയി. കോടതിയുടെ മുമ്പിൽ വന്നു പോകുമ്പോൾ കോടതി എന്ത് പറയണം? ആദ്യത്തെ വാക്കുകൾ നിങ്ങൾ നോക്കൂ. ആ ഭരണഘടന എങ്ങനെയാണ് അംബേദ്കർ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ തമാശ എടുക്കും. ഇനി വേറൊന്ന് കേട്ടോളൂ. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 8(1)(k) പറയുന്നത് സെക്ഷൻ 2 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 ഒരു കൺവിക്ഷൻ ഉണ്ടായാൽ ആ കൺവിക്ഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അസംബ്ലിയിൽ മത്സരിക്കാൻ എം എൽ എ പുറത്തു പോകണം. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പേറ്റന്റ് ആയിട്ട് ബോധ്യമുള്ള കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പോലീസ് പറയുകയാണ് മെന്റൽ ഇന്റൻഷൻ ഇല്ല എന്ന്.
എന്നിട്ട് അത് കോടതിയിൽ കൊണ്ട് മജിസ്ട്രേറ്റ് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അത് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതി എന്ത് ചെയ്യണം? ഈ രാജ്യത്തോട് മിനിമം മാന്യത നമുക്ക് കാണിക്കണ്ടേ? ഈ ഒരു MLA ഉള്ളവർക്ക് മന്ത്രിയാക്കാൻ വേറെ ആരുമില്ലേ? ഞാൻ പറയുന്നത് നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും നോക്കാതെ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടർന്നേ മതിയാവുള്ളൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിന്താഗതി തിരുത്തണം. ശരി, അല്ലാത്ത ആളുകളതിനകത്ത് ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ ലൂസായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല ഇന്ത്യൻ ഭരണഘടനയെ. അവർ ഓത്തെടുത്ത് കയറിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കോടതി എടുത്ത തീരുമാനം, കോടതിക്ക് എന്താ ഇത് പറയാൻ മേലെ? ഇത് ആരാണ് ഇവരൊക്കെ? കോടതി ഇത് പറഞ്ഞാൽ എന്ത് തെറ്റായി പോയോ? കോടതി പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇയാൾ പറഞ്ഞതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണോ? ഇവരൊക്കെ പറയുന്നതെല്ലാം അങ്ങനെ സംഭവിക്കാമെന്ന് പറയണോ? ദ കോർട്ട് വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഇൻ കേരള നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ നിന്നും ഒരു ലിവറേജും കിട്ടുമെന്ന് കരുതരുത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, താൻ മന്ത്രിയായിരുന്നു